ഹയർ സ്റ്റഡീസിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർ കോമൺ ആയിട്ട് കേട്ടിട്ടുണ്ടാകുന്ന വേർഡ്സ് ആയിരിക്കും സ്കോളർഷിപ്പ്, ഫെലോഷിപ്പ്, സ്റ്റുഡൻഷിപ്പ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ. എന്താണ് ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് നമ്മൾ അറിയണമെങ്കിൽ അത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ തന്നെ വേണം. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തതിന് ശേഷമാണ് എന്താണ് നമ്മൾക്ക് എലിജിബിൾ ആയിട്ടുള്ളത്, നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം കൃത്യമായിട്ട്. ഫെലോഷിപ്പുകൾ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഫെലോഷിപ്പുകൾ ഈ ലോകത്ത് മുഴുവൻ നമുക്ക് റിസർച്ച് ചെയ്യാനും അതുപോലെ തന്നെ പഠിക്കാനും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ സ്കോളർഷിപ്പുകളുണ്ട്, സ്റ്റുഡൻഷിപ്പുകളുണ്ട്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള കുറച്ച് ഇതുപോലത്തെ ഇതിൻ്റെ ജനറൽ ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ നോനോ വർഗീസ്. ഞാൻ റീസെൻ്റ്ലി യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിൽ നിന്ന് PhD കഴിഞ്ഞ് ഇപ്പോൾ ഒരു സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫിസിക്സ് ആണ് എൻ്റെ മെയിൻ വിഷയം. UK-ൽ നിന്ന് ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പോട് കൂടിയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ പഠിക്കുന്നുണ്ട്, സ്കൂളിൽ പോകുന്നുണ്ട്, അതുപോലെ തന്നെ കോളേജ് എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റി റിസർച്ച് ഡിഗ്രീസ്, അതുപോലെ എല്ലാ കാര്യങ്ങളിലേക്കും നമ്മൾ ഏറ്റവും ഹയസ്റ്റ് ഡിഗ്രി ആയ PhD വരെ നമുക്ക് എത്താൻ പറ്റും. ഇതാണ് എഡ്യൂക്കേഷൻ്റെ ബേസിക് സിസ്റ്റം നമ്മളുടെ എല്ലാവരുടെയും. ഇതിൽ ഇപ്പോൾ എൻ്റെ കാര്യമൊക്കെ നോക്കി കഴിഞ്ഞാൽ ഞാൻ ജീവിതകാലം മുഴുവൻ പഠിച്ചത് ₹1 പോലും ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത പഠനമാണ് ഞാനൊക്കെ ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ സാധാരണ ഒരു ഗവൺമെൻറ് ഫണ്ടഡ് ആയിട്ടുള്ള അംഗനവാടിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, അതുപോലെ തന്നെ നഴ്സറിയിൽ നമ്മൾ പോകും, അതും ഗവൺമെൻറ് ഫണ്ടഡാണ്. ഇതിലൊക്കെ നമ്മൾക്ക് ചിലവുണ്ട്. ഇത് നമ്മൾ പ്രൈവറ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പൈസ മാസം മാസം അങ്ങോട്ട് കൊടുക്കേണ്ടതാണ്. പക്ഷേ ഗവൺമെൻറ് ഫണ്ടഡ് ആയതുകൊണ്ട് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നമുക്ക് എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സ്കൂളിൽ പോകും. ഗവൺമെൻറ് സ്കൂൾ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്നവർക്ക് നിസ്സാര ഫീസ്, അതായത് ഒരു വർഷം വല്ല കമ്പ്യൂട്ടർ ഫീസോ അല്ലെങ്കിൽ യൂണിഫോമിൻ്റെ എക്സ്പെൻസോ അത് മാത്രമാണ് നമുക്ക് എഡ്യൂക്കേഷന് ചിലവ് വരുന്നത് 10ാം ക്ലാസ് വരെ. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് +12ലേക്ക് എത്തുമ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളിലോ പഠിക്കുകയാണെങ്കിൽ ഇത്രയൊക്കെ തന്നെ നമുക്ക് ചിലവ് വരാനുള്ളൂ. ഇനി അത് കഴിഞ്ഞ് കോളേജിലേക്ക് പോകുന്ന സമയത്ത് സെയിം, നമ്മൾ ഇഷ്ടമുള്ളൊരു വിഷയം എടുത്ത് അത് ഗവൺമെൻറ് കോളേജുകളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ പഠിക്കുന്നത്. ഞാനിപ്പോൾ ഒരു സാധാരണ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു കോളേജിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് ചെയ്തതും MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു കോളേജിലാണ്. അപ്പോൾ ഈ കാലയളവിൽ മുഴുവൻ നമ്മൾ അങ്ങോട്ട് കൊടുത്ത പൈസയേക്കാളും കൂടുതൽ നമുക്ക് സ്കോളർഷിപ്പുകളായിട്ട് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ മെയിൻലി നമുക്ക് പൈസ കിട്ടുന്ന തരത്തിലുള്ള സ്കോളർഷിപ്പുകളുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഫീസ് മാത്രം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മളിതിൽ ഏതിൽ പഠിക്കണമെങ്കിലും ഗവൺമെൻറ്റിന് പൈസ ചിലവുണ്ട്. അങ്ങനെ ഗവൺമെൻറ് കൊടുക്കുന്ന ആ പൈസേനെയാണ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഒരു ബോഡി നമുക്ക് വേണ്ടി ഫണ്ട് ചെയ്യുന്നതിനെയാണ് ഈ സ്കോളർഷിപ്പ് എന്ന് വളരെ സിമ്പിളായിട്ട്, നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. അപ്പോൾ മാസ്റ്റേഴ്സ് വരെ ഞാൻ പഠിച്ചത് അങ്ങനെയാണ്. അത് കഴിഞ്ഞ് എനിക്ക് മാസ്റ്റേഴ്സും അണ്ടർ ഗ്രാജുവേറ്റ് ചെയ്യുമ്പോൾ ഞാനൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ജനിച്ചതുകൊണ്ട് മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഫെലോഷിപ്പ് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സ്കോളർഷിപ്പ്, മൗലാന അബ്ദുൽ കലാം ആസാദ് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സ്കോളർഷിപ്പ് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഒരു വർഷം എനിക്ക് തോന്നുന്നു ₹3500 വെച്ച് മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഞങ്ങളുടെ നല്ലൊരു ഫിനാൻസ് മാനേജർ ഞങ്ങളുടെ കോളേജിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം അത് മേടിച്ചു വന്നു. നമ്മളുടെ MSc പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാവരും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ളവർ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ആ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും അറിയാണ്ട് കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ സ്കോളർഷിപ്പ് പാസ്സായിട്ടുണ്ട്, ഈ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് വന്ന് കളക്ട് ചെയ്യാവുന്നതാണെന്ന് പറഞ്ഞിട്ട് വെറുതെ നമ്മളൊരു ദിവസം ഓഫീസിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് പൈസ തന്ന് നമ്മളെ വീട്ടിൽ നമ്മൾ സൈൻ ചെയ്ത് കൊടുത്തു. അത്രേ ഉള്ളൂ. 2 വർഷം നമുക്ക് ആ പൈസ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോളർഷിപ്പ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ ഫീസൊക്കെ ഗവൺമെൻറ്റാണ് കവർ ചെയ്തിരിക്കുന്നത്. അതായത് ഫീസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലബോറട്ടറിയിൽ ചിലവുണ്ട്, നമുക്ക് പ്രൊജക്റ്റിന് ചിലവുണ്ട്. ഇതൊക്കെ ഗവൺമെൻറ് ഫണ്ട് തരുന്നതിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി ഞാൻ എൻ്റെ PhD-ക്ക് വരുന്ന കഴിയുമ്പോൾ അവിടെ നമുക്ക് സ്കോളർഷിപ്പ് ഇല്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റില്ല. എനിക്ക് പുറത്തുനിന്ന് PhD ചെയ്യണം എന്നുള്ളതൊക്കെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതുപോലെ നാട്ടിൽ ഞാൻ നോക്കിയിട്ടില്ല എന്നല്ല. അപ്പോൾ പുറത്തേക്ക് PhD നോക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നില്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ കയ്യിൽ നിന്ന് ഫീസ് എടുത്ത് കൊടുത്ത് പഠിക്കുക, അല്ലെങ്കിൽ ഫണ്ടിങ് കിട്ടാവുന്ന ഒരു PhD ചെയ്യാം. അപ്പോൾ ഈ ഫണ്ടിങ്ങുകളാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പം ഇനിയിപ്പം ബേസിക്കായിട്ട് നമ്മളുടെ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി പുറത്ത് പോയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരായാലും
പലതരത്തിലുള്ള സ്കോളർഷിപ്പുകൾ, അതായത് മാസം മാസം നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടുന്ന തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ അതിനും ഉണ്ട്. അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫീസ് ഫുള്ളി കവർ ചെയ്യുന്ന സ്കോളർഷിപ്പുകൾ. ഇപ്പോൾ എയ്ഡഡ് കോളേജിലൊക്കെ പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് നിസ്സാര ഫീസാണ് നേരത്തെ പറഞ്ഞതുപോലെ വരുന്നുള്ളൂ. ഇനിയിപ്പോൾ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പോലത്തെ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അണ്ടർ ഗ്രാജുവേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരുപാട് സ്കോളർഷിപ്പുകൾ യൂണിവേഴ്സിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിസ്റ്റുകൾ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. സ്ക്രീനിൽ കാണുന്ന എല്ലാ സ്കോളർഷിപ്പുകളും നമ്മൾ എലിജിബിൾ ആയിട്ടുള്ള സ്കോളർഷിപ്പുകളുണ്ട്, നമ്മൾ എലിജിബിൾ അല്ലാത്തതുണ്ട്. ഇതിൽ ഫുള്ള് ഫീസ് കവർ ചെയ്യുന്നതുണ്ട്, പാർഷ്യലായിട്ട് ഫീസ് കവർ ചെയ്യുന്നതുണ്ട്. അതുപോലെ തന്നെ പഠിക്കുന്നതിനൊപ്പം നമുക്ക് സ്റ്റൈപ്പൻഡ് കിട്ടുന്ന തരത്തിലുള്ള സ്കോളർഷിപ്പുകളുണ്ട്. ഇത് മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് ആയാലും ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് നമ്മൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചീവനിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്കോളർഷിപ്പുകളുണ്ട്. ഇന്ത്യൻ സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്കോളർഷിപ്പ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. ചീവനിങ്, അതുപോലെ തന്നെ ഗേറ്റ്സ് സ്കോളർഷിപ്പ്, നമ്മളുടെ ബിൽ ഗേറ്റ്സിൻ്റെ ഫൗണ്ടേഷനിൽ നിന്ന് വരുന്ന ഫണ്ടിങ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ UK പ്രസ്റ്റീജിയസ് ആയിട്ട് യൂണിവേഴ്സിറ്റികളിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗേറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്കോളർഷിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ കോമൺവെൽത്ത് സ്കോളർഷിപ്പുകളുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഒരു ബോഡി, നമ്മുടെ യൂണിവേഴ്സിറ്റി ആയിട്ട് നേരിട്ട് ബന്ധമില്ലെങ്കിൽ പോലും എഡ്യൂക്കേഷനെ ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില ബോഡികൾ എലിജിബിൾ ആയിട്ടുള്ള സ്മാർട്ടായിട്ടുള്ള ഒരു ഫ്യൂച്ചർ ലീഡർ ആയിട്ടുള്ള സ്റ്റുഡൻസിനൊക്കെ ഫണ്ട് ചെയ്യുന്ന തരത്തിലുള്ള സ്കോളർഷിപ്പാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞത്. ഗേറ്റ് സ്കോളർഷിപ്പ് ആയാലും അത്തരത്തിലുള്ള സ്കോളർഷിപ്പുകളായാലും. അപ്പോൾ ഫണ്ടിങ് മറ്റൊരു ബോഡിയിൽ നിന്ന് യൂണിവേഴ്സിറ്റിക്ക് നേരിട്ട് പോകും. നമ്മളെപ്പോഴും ഫീസ് അടയ്ക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ചിലവാക്കുന്നില്ല. ഇനി അതല്ലാതെ എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും, അതായത് ഇപ്പോൾ കുറച്ച് നല്ല വലിയ ഹൈടെക് യൂണിവേഴ്സിറ്റികൾ, ഇപ്പോൾ റസൽ ഗ്രൂപ്പ് യൂണിവേഴ്സിറ്റികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് ഒരു നിശ്ചിത സ്റ്റുഡൻസിന് PhDക്കൊക്കെ വേണ്ടി ഫണ്ടിങ് ഉണ്ടാവും. അപ്പോൾ ഇപ്പം എനിക്ക് കിട്ടിയിട്ടുള്ളത് ക്യൂൻ മേരി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രിൻസിപ്പൽ സ്റ്റുഡൻഷിപ്പ് ഫോർ റിസർച്ച് PhD സ്റ്റുഡൻസ് എന്നുള്ളൊരു സ്കോളർഷിപ്പായിരുന്നു. അപ്പം അത് ഒരെണ്ണമാണ് ഒരു വർഷം അവർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഫോർ എക്സാമ്പിൾ ഒരു 50 പ്രൊഫസർമാരാണെങ്കിൽ ഈ 50 പ്രൊഫസർമാർക്കും ഒരു PhD സ്റ്റുഡൻറ്റിനെ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. അവരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ PhD സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഫണ്ടിങ് കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ പ്രൊഫസർമാരുടെയും പ്രശ്നം. അവർക്ക് ഫണ്ടില്ലാത്തതുകൊണ്ട് PhD സ്റ്റുഡൻസ് ഇല്ലെങ്കിൽ അവരുടെ ലാബിൽ വർക്കുള്ളൂ എന്നുണ്ടെങ്കിൽ അവരുടെ റിസർച്ച് മുന്നോട്ട് പോവില്ല. അപ്പോൾ അവർക്കും അതൊരു സ്ട്രഗിളാണ്. അപ്പം അത് അവരുടെ ഇടയിൽ ഈ 50 പ്രൊഫസർമാരുടെ ഇടയിൽ ഒരു കോമ്പറ്റീഷൻ കഴിഞ്ഞതിന് ശേഷം, അതായത് അവർ ഒരു പ്രൊപ്പോസൽ വെച്ച് അത് പാസ്സായി, എന്നിട്ട് സാങ്ഷനായി, ഫണ്ട് റിലീസായതിന് ശേഷം, അപ്പോൾ അവരുടെ കോമ്പറ്റീഷൻ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, ഇത് പുറത്തോട്ട് അഡ്വർടൈസ് ചെയ്യും. അപ്പോൾ നമ്മളെപ്പോലെയുള്ള സ്റ്റുഡൻസ് ഇത് ഈ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റുകളിലൊക്കെ നമുക്ക് ഈ അഡ്വർടൈസ്മെൻറ്റുകൾ കാണാം. അപ്പോൾ ഈ അഡ്വർടൈസ്മെൻറ്റ് കാണുന്നു, നമ്മളതിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്തുണ്ടാവും, ഇൻ്റർനാഷണലി ഫണ്ടഡ് ആയിട്ടുള്ളൊരു PhD സ്റ്റുഡൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നൊക്കെയുള്ള എല്ലാ ലോകത്തുള്ള സ്റ്റുഡൻസിനിൽ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ വരുന്നത് ഇന്ത്യയിൽ നിന്ന്, ചൈനയിൽ നിന്ന്, പാകിസ്ഥാൻ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ. അവരൊക്കെയാണ് ഇപ്പോൾ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കിട്ടാവുന്ന സ്കോളർഷിപ്പുകളൊക്കെ ആണെങ്കിൽ അവരത് എന്തായാലും നല്ല കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പോൾ എനിക്ക് കിട്ടിയ ഇതിൽ എത്രയോ 1000 ആപ്ലിക്കേഷൻ വന്നതിൽ നിന്നാണ് എനിക്കത് കിട്ടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സ്കോളർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫീസ് കവർ ചെയ്യും, അതുപോലെ നമുക്ക് UK ജീവിക്കാനുള്ളൊരു സാലറിയും നമുക്ക് തരും. അപ്പോൾ ഇത്തരത്തിലുള്ള പല സ്കോളർഷിപ്പുകളും ഞാൻ എൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കാണാം. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ കമൻ്റായിട്ടോ അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ആയിട്ടൊക്കെ അയച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ വീഡിയോ ഞാൻ ലോങ് ആക്കണില്ല, കുറച്ചും കൂടെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. താങ്ക് യു.